സാറേ, കുംഭമേള മികച്ച രീതിയിൽ നടന്നതായി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരിക്കുകയാണ്. കുംഭമേളയിലെത്തിയ 1000-ഓളം പേരെ കാണാനില്ല. അതും അദ്ദേഹം എടുത്തു പറയുകയാണ്, ഹിന്ദു ഭക്തജനങ്ങളെ കാണാനില്ല. ഹിന്ദുക്കളോട് എന്തൊരു കൂറ്, ഭയങ്കര മിക്കവാറും ശരിയായിരിക്കും സംഭവം പറഞ്ഞത്. കാരണം അവിടെ എത്തിയ നാഗസന്യാസിമാരായിരിക്കും. അവർ തിരിച്ചു പോയി, അവരെ കാണാനില്ല, അവരെ അപ്രത്യക്ഷനാവുക. ഇനി അടുത്ത കുംഭമേള വരെ അവരെ അപ്രത്യക്ഷനാവും. അല്ലാതെ ഒരൊറ്റ പരാതിയും കിട്ടിയിട്ടില്ല. കേരളത്തിൽ നിന്ന് പോയ ആരെങ്കിലും കാണാതായതായിട്ട് നമ്മുടെ പത്രങ്ങളിൽ വന്നു. അതുപോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പോയതാണ് കുഴപ്പം. സിന്ധു സൂര്യകുമാറിനല്ല പോയതാണ് പ്രശ്നം. നാഷണൽ പത്രങ്ങളുണ്ടല്ലോ, ചാനലുകളുണ്ടല്ലോ, അതിലൊക്കെ വരത്തില്ലേ. ഇയാൾ ചുമ്മാ യാതൊരു പണിയില്ലാതെ ചുമ്മാതെ അതിനെ എങ്ങനെ യോഗിയെ ഒന്ന് മോശക്കാരനാക്കാമെന്ന് വിചാരിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്ക് തോന്നി അതായത് ഇങ്ങനെ കണ്ടു, ഇത് സംഘാടനം വളരെ മികവാർന്നതാണെന്ന് എല്ലാവരും സമ്മതിച്ച് കൈയടിച്ച് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തി. അതിനപ്പുറം ഒന്നുമില്ല. ആരെങ്കിലും കാണാമെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള എം പിമാരില്ലേ, ഒറ്റ എം പി നമ്മൾ കണ്ടതാണല്ലത്. ഒറ്റ എം പി എൻ്റെ സ്ഥലത്തുനിന്ന് പോയ ആളിനെ കാണാനില്ല, കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരൊറ്റ എം പി പറഞ്ഞില്ലല്ലോ. അവരെല്ലാം പറഞ്ഞത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെക്കുറിച്ചാണ്. 22 പേര് മരിക്കാനിടയായി. അതാണ് ഇതിൽ സംഭവിച്ച ഒരേ ഒരു അനിഷ്ട സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പ്രയാഗ്രാജിൽ യാതൊരു വിധമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ. അപ്പോൾ ഈ 1000 പേരുടെ കണക്ക് ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിക്കാണും? 1000 പേരുടെ എനിക്ക് തോന്നുന്നു ലവ് ജിഹാദ് മൂലം അവിടെ കാണാതായിട്ടുള്ളവരായിരിക്കും. അവരുടെ കണക്കായിരിക്കും എടുത്തെടുത്തത്. അപ്പോൾ അദ്ദേഹം ഇത് മോദി പിന്നെ യോഗിയുടെ തലയ്ക്ക് എടുത്തങ്ങിട്ട് അടിച്ചാൽ അത് അതിൻ്റെ കണക്കിലങ്ങ് പോകുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം അങ്ങ് സാധിക്കുകയും ചെയ്യും. അവരുടെ വോട്ട് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും ഡീലിമിറ്റേഷനെ കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കുംഭമേളയിൽ കാണാതായ ആൾക്കാരെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ. കുംഭമേളയ്ക്ക് വന്ന ആൾക്കാരെക്കുറിച്ച് അദ്ദേഹത്തിന് മതിപ്പില്ല. പക്ഷേ കുംഭമേളയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകാതെ വന്നവരെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ യോഗി അദ്ദേഹം ഒരു ചെകുത്താൻ്റെ അല്ലെങ്കിൽ ജലപിശാചിൻ്റെ രൂപം ആർജിച്ച് അവിടുത്തെ സംഗമത്തിൽ, ഗംഗാ യമുന സംഗമത്തിൽ വന്ന് ഒളിച്ചിരുന്ന് ഈ ആൾക്കാരെ എല്ലാം പിടിച്ച് കൊണ്ടുപോയതായിരിക്കും. ജലപിശാചായിട്ട് മാറി അങ്ങനെ ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇവരുടെ ശരീരമെങ്കിലും കണ്ടു കിട്ടണ്ടേ. ഇതല്ലെങ്കിൽ ഇങ്ങനൊരു സാധ്യതയും കൂടിയുണ്ട്. പലരും ഇങ്ങനെ കുംഭമേളയുടെ മറവിൽ വന്നിട്ട് ഏതെങ്കിലും തൊഴിൽ അന്വേഷിച്ച്, ഉത്തർപ്രദേശ് ഇപ്പോൾ ഭേദമാണ്, അവിടെ ഏതെങ്കിലും തൊഴിൽ കിട്ടുമ്പോൾ അവിടെ തന്നെ അങ്ങ് നിൽക്കും. അങ്ങനെ സംഭവിച്ചാൽ വഴിയുണ്ട്. പലയിടത്തും ഗതി കെട്ടിട്ട് വന്നിട്ട് അവിടെ ജോലി കിട്ടിയിട്ട് അവിടെ തന്നെ എത്രയോ പേർക്കാണ് ജോലി കിട്ടിയത്. അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ബോണസും കൂടെ കൊടുത്തു മോദി. ബോണസും കൊടുത്തു അവിടെ വൃത്തിയാക്കുന്നവർ. അവിടെ ഉത്തർപ്രദേശിൽ ഏതെങ്കിലും നല്ല ഭേദപ്പെട്ട ജോലി കിട്ടിയപ്പോൾ നാട്ടിലെ ജോലി വേണ്ട എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരാണെങ്കിൽ കത്തെഴുതാനും ഇടയില്ല. പക്ഷേ അവർ മൊബൈലിലൊക്കെ സംസാരിക്കാറുണ്ട്, വിവരം എത്തിക്കാറുണ്ട്. ഈ വിവരം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്നുള്ളത് പറയുന്നില്ല. ആരാണ് പരാതിപ്പെട്ടത്? പരാതിക്കാരുണ്ടാവുമല്ലോ, അവരെക്കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും ഇല്ല. ഇത് ചുമ്മാതെ ഭംഗിയായിട്ടൊരു ഹിന്ദുമത ചടങ്ങ്. കുംഭമേളയുടെ തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് തുടരുന്നത് പല ഘട്ടത്തിലും കൊണ്ട് ഇപ്പോൾ അവസാന ഘട്ടത്തിലും ഇതിനൊരു കൊട്ടിക്കലാശമായാണോ ഇത് കാണുന്നത്? അത് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാവുന്നത്. കാരണം ഈ കുംഭമേള ഇത്രയും വിജയകരമായിട്ട് സംഘടിപ്പിച്ച് ഈ യോഗി വൻ ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണ്. അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി SP അവിടെ ശൂന്യ എന്നുള്ള അവസ്ഥ പ്രാപിക്കാൻ പോവുക. അതിൻ്റെ മരണവെപ്രാളമായത് അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു കൈകാലിട്ടടിയായി നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കുറ്റം ഇയാൾ ഇത്രയും നാൾ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു പൊട്ടിക്കുക മനോനില തെറ്റിയിരിക്കുന്നു എന്നുള്ള സത്യം. ഇതിൻ്റെ സംഘാടനം, മികച്ച ഭരണം. ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ IPS ഉദ്യോഗസ്ഥരും IAS ഉദ്യോഗസ്ഥരുമെല്ലാം സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാ ഭക്തജനങ്ങളെ തിരിച്ചു പറഞ്ഞു വിട്ടതായും അവിടെ ഇവർക്ക് ഈ പ്രാർത്ഥിക്കാനുള്ള അവസരം നൽകിയില്ലെന്നും വിമർശനവും അദ്ദേഹം ഉന്നയിക്കും. അതിപ്പോഴല്ലല്ലോ പറയണ്ടേ, കുംഭമേള കഴിയുമ്പോഴല്ലോ. ആ സമയത്ത് എന്താ പറയാഞ്ഞേ? അയാൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ. എവിടെ പോയിരുന്നു അങ്ങേര്? മാങ്ങ പറിക്കാൻ പോയിരുന്നു. ആ സമയത്ത് പറയാമായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയാണ്. ഇത്രയും പേര് കൂടി ഒരൊറ്റ കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഓരോന്നോരോന്ന് ആലോചിച്ച് കണക്ക് കൂട്ടി പറയുക. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ. പിന്നെ ഒരു സ്ഥലത്ത് VIP വരുമ്പോൾ അവർക്ക് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ആ പ്രോട്ടോക്കോളുണ്ട്. അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് നാളെ പഴിയായിട്ട്
സുരക്ഷാ പാളിച്ചെന്ന് പറഞ്ഞ് വരും. അപ്പോൾ ആ കാര്യത്തിൽ ഒരു പരാതിയില്ല എന്നുള്ളതാണ് അഖിലേഷ് യാദവ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. പാളിച്ച ഉണ്ടായില്ല. ഈ 1000 പേരുടെ പേര് അദ്ദേഹം പറയട്ടെ, പേരും പറഞ്ഞ അഡ്രസ്സും കൊടുക്കട്ടെ, അന്വേഷിക്കാം. ഇന്ത്യയിൽ അതിന് സംവിധാനമുണ്ടല്ലോ, ദൂരെ എങ്ങും പോകണ്ട, ഇന്ത്യയിൽ തന്നെ ഒരു സംവിധാനമുണ്ട്. ചുമ്മാ ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ദുരാരോപണങ്ങൾ. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത വശം. അതാണ് ശശി തരൂറിൻ്റെയാണ് ശരിയായ വസ്തുതകൾ ശരിയായ സമയത്ത് പറയുക, ഇല്ലാത്ത ദുരാരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഇത്തിരി വോട്ട് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത പ്രകടനം നടത്താതിരിക്കുക. വൃത്തികെട്ട രാഷ്ട്രീയം, നെറികെട്ട രാഷ്ട്രീയം. യമുനയിലല്ല വിഷമാലിന്യങ്ങളുള്ളത്, ഇവരുടെയൊക്കെ മനസ്സിലാണ്. മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ്റെ മനസ്സിൽ മാലിന്യം. അത് നിർമ്മാർജ്ജനം ചെയ്യാൻ യാതൊരു മാർഗമില്ല. ഇത്രയുടെ 6 മിനിറ്റ് ആയതേ ഉള്ളൂ. നമുക്ക് ചേർക്കാം. വെറുതെ ഒന്ന് തുടങ്ങാം. ചോദിച്ചു. ഈ പ്രതിപക്ഷ പാർട്ടികൾ മമതാ ബാനർജിയും പല രാഷ്ട്രീയ നേതാക്കളും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെല്ലാം പതിവായിരുന്നു. ഇപ്പോൾ ഈ വിഷയം നോക്കുമ്പോൾ കുറച്ച് അധികം ഗുരുതരമാണല്ലോ. അതെ, അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞു കാണും, എന്ത് സാറ് വരുന്ന കാര്യം ഇനി സംശയമാണ്, യോഗി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിരിക്കുക, ഒളിമ്പിക്സിൻ്റെ മെഡൽ നേടുന്ന പോലെ, ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന പോലെ ഒന്ന് സംഘടിപ്പിച്ച് ഒരു കുറ്റവുമില്ല, ഒരു കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല, അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? അപ്പോൾ സാറെന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കുക, അങ്ങനെ പൊട്ടിച്ച ബോംബായത്. അതിനപ്പുറം ഒരു പ്രസക്തിയില്ല. അപ്പോൾ എവിടുത്തുകാരാണ് കാണാതായത്, ഏത് സംസ്ഥാനത്ത്? സാറ് സൂചിപ്പിക്കും പോലെ തന്നെ അവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്, മുൻപ് അധികാരത്തിലിരുന്ന ഒരാളാണ്, മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരമൊരു മണ്ടൻ ആരോപണം അങ്ങനെ ഉണ്ടയില്ല വെടി പൊട്ടിക്കാനുള്ള സാധ്യത ഉണ്ടോ? ചിലപ്പോൾ സംഭവം സമനിലയെത്തി കഴിയാൻ മനുഷ്യൻ എന്തിനും തുനിയും. അവിടെ അദ്ദേഹത്തിന് പറയട്ടെ, ധൈര്യമായിട്ട് പറയട്ടെ, പറയാമല്ലോ ഏത് ജില്ലയിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്നാണെന്നിരിക്കട്ടെ, ഏത് ജില്ലയിൽ നിന്ന് എത്ര പേര് വെച്ച്, അങ്ങനെ പറയാമല്ലോ. 1000 പേരുടെയും പേര് പറയണ്ട. ഇന്ന ജില്ലയിൽ നിന്ന് ഇത്ര പേരെ കാണാതായിട്ടുണ്ട്, കലക്ടർ അന്വേഷിക്കും, കണ്ടുപിടിക്കും. അതെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ അദ്ദേഹത്തിന്? അല്ല ചുമ്മാതെ ഇങ്ങനെ കൊട്ടത്താപ്പായിട്ട് 1000 പേരെ കാണാതായി. ഈ ലോക്സഭയിൽ മോദിയെല്ലാം വലിയ രീതിയിൽ യോഗിയെ പുകഴ്ത്തുകയും അവിടുത്തെ ജനങ്ങളെ പുകഴ്ത്തുകയും ചെയ്തു. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയതായെല്ലാം അവകാശപ്പെടുന്നു. അങ്ങനെ സംഭവങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ടോ? അത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യശസ് ഉയർന്നിട്ടുണ്ട്, ഒരു സംശയമില്ല. ഒളിമ്പിക്സിനോളം മാറ്റുള്ള ഒരു പരിപാടി, ഒട്ടേറെ ഒരു കുറ്റവുമില്ല. ഡൽഹിയിൽ നടന്ന തെക്കിനും തിരക്കിനും ഇദ്ദേഹം ഉത്തരവാദിയല്ലല്ലോ. ഡൽഹി വേറെ സംസ്ഥാനമല്ലേ, അത് റെയിൽവേയാണ് അതിന് ഉത്തരവാദം പറയേണ്ടത്. അവർ പറഞ്ഞും കഴിഞ്ഞു എങ്ങനെയാണ് സംഭവിച്ചത്. തെറ്റായ അനൗൺസ്മെൻറ്റ്, ഹ്യൂമൻ എററാണ്. അതൊക്കെ എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ്. വേണ്ടത്ര ശ്രദ്ധയില്ലാതെ അനൗൺസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, അത് മുൻകൂട്ടി കാണാൻ പറ്റുന്നതല്ല. ബാക്കിയെല്ലാം പക്കയായിരുന്നു. എത്ര ട്രെയിനുകളാണ് ഓടിയത്, എത്ര പേരാണ്, 67 കോടി ജനങ്ങളല്ലേ വന്നത്. അങ്ങനെ ഒരു വലിയൊരു ഭാരമല്ലേ അങ്ങോട്ട് വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവിടെയൊന്നും സംഭവിച്ചിട്ടില്ല. ട്രെയിനിൽ വരുന്ന ആൾക്കാർ, നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരമാണ്, ക്യൂ നിൽക്കുകയില്ല, പ്രായമായവരെ മുമ്പേ കയറ്റി വിടുകയില്ല, എല്ലാവരും കൂടെ ഇടിച്ചങ്ങ് കയറും, ക്യൂ പാലിക്കുകയില്ല. ആ ക്യൂ പാലിക്കണമെന്നുള്ള പാഠം പഠിപ്പിക്കുകയായിരുന്നു ആ ഒരു സംഭവത്തിലൂടെ. ഇപ്പോഴും നമ്മളത് പഠിച്ചിട്ടില്ല. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ, അവരൊക്കെ കയറിപ്പോയിട്ട് നമ്മൾ കയറണമെന്നില്ല. കയ്യൂ കൊള്ളോം കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ ഇടിച്ചങ്ങ് കയറുക. അതിൻ്റെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി, അതെ, അതിൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ ഒരു വലിയ പാഠം നമ്മളെ പഠിപ്പിച്ചതാണ് സംഭവം. അതിനുശേഷവും അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കേണ്ടതാണത്. ക്യൂ സിസ്റ്റം പാലിക്കപ്പെടണം. ക്യൂ സിസ്റ്റം നമുക്ക് ഏറ്റവും ബഹുമാനമില്ലാത്ത ഒന്നാണ് ക്യൂ സിസ്റ്റം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അദ്ദേഹം ഈ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുംഭമേളയുടെ വലിയ വിജയം വരുന്ന തെരഞ്ഞെടുപ്പിൽ യോഗിക്ക് ഗുണകരമാണ് തന്നെയാണ് കാര്യം. ഒരു തെറ്റായ ധാരണയോ ചിലപ്പോൾ ശരിയായ ധാരണ ആയിരിക്കും, അങ്ങനെ ഒരു സംഭവമായിരിക്കും അദ്ദേഹത്തെ ഇത്തരം വിമർശനങ്ങൾക്ക്. അല്ല, സൂക്ഷ്മദർശിനിയിലൂടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. സൂക്ഷ്മദർശിനിയിലൂടെ ഇപ്പം നോക്കൂ, ഇതിനകത്ത് വരുന്ന ആൾക്കാർ കൂടുതലും പരിവ്രാജകന്മാരാണ്. അവരൊരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ആത്മീയ ചൈതന്യം, വലിയൊരു ആത്മീയ ചൈതന്യ പ്രസരണം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ പ്രസരണത്തിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് അവധൂതന്മാരായിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ അവർക്ക് താല്പര്യം കാണത്തില്ല. സന്യാസ ജീവിതത്തിലേക്ക് പോയവർ കാണും, അങ്ങനെ പോയിട്ടുണ്ടാവാം. ആ ആകർഷണം കൊണ്ട്
ആധ്യാത്മിക അനുഭൂതി കൊണ്ട് സന്യാസത്തിലേക്ക് പോകുന്നവരുണ്ടാവാം. അങ്ങനെ സംഭവിച്ചതല്ലാതെ അവിടെ ആരും മരിച്ചു വീണിട്ടില്ല, അവിടെ ആരെയും പിടിച്ചു വച്ചിട്ടില്ല. തിരിച്ചു പോകാൻ വാഹനങ്ങളൊക്കെ സൗജന്യമായിരുന്നു, അതിന് പോകുന്നതിനും തടസ്സം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് തന്നെ പോയിരുന്നു. അംഗവൈകല്യമുള്ള വീൽ ചെയറിൽ നിന്ന് പോകുന്ന ഒരാളും പോയിരുന്നു, സുഖമായിട്ട് അവിടെ കണ്ടു. നല്ല പരിഗണനയാണ് ലഭിച്ചത്. ഈ പറയുന്ന VIP വേണ്ടി ഒരുക്കിയിരുന്ന വഴികളിലൂടെ അവരെ പോലീസ് തന്നെ ആനയിച്ചുകൊണ്ട് പോയി. നല്ല ബഹുമാനവും കിട്ടിയെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് പറയുമ്പോൾ അതിനല്ലേ വിശ്വാസ്യതയുള്ളത്.